ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അനുസരിച്ചുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിന്റെയും GKയുടെയും എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിലെ സമയവും ദൂരവും എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് കണ്ടാലാണ് ഇന്നത്തെ വീഡിയോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 120 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോവാൻ സഞ്ചരിക്കേണ്ട ദൂരം. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു തീവണ്ടി അല്ലെ, 120 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ എടുക്കുന്ന ദൂരമാണ്, സഞ്ചരിക്കേണ്ട ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു തീവണ്ടി ഒരു വ്യക്തിയെയോ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മരത്തെയോ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ദൂരം കണക്കാക്കുന്നത് എന്താണ്? തീവണ്ടിയുടെ നീളം മാത്രമാണ്. കാരണം ഇലക്ട്രിക് പോസ്റ്റിനോ മരത്തിനോ എന്നും പ്രത്യേകിച്ച് ദൂരമില്ല. സോ നമ്മൾ തീവണ്ടിയുടെ നീളം മാത്രമാണ് ദൂരമായിട്ട് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞു. അല്ല, അതൊരു പ്ലാറ്റ്ഫോമിനെയോ ബ്രിഡ്ജിനെയോ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ ദൂരം കണക്കാക്കുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് എന്താണ്, ആ പ്ലാറ്റ്ഫോമിന്റെയോ ബ്രിഡ്ജിന്റെയോ നീളം കൂടെ കണക്കാക്കുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 120 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന, പ്ലാറ്റ്ഫോം എന്ന് കണ്ട ഉടനെ പ്ലാറ്റ്ഫോമിന്റെ നീളം ഉണ്ടോ എന്ന് പറഞ്ഞ് തെരഞ്ഞു പോകരുത്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോവാൻ സഞ്ചരിക്കേണ്ട, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഒരാൾക്ക് പ്രത്യേകിച്ച് ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് എന്താണ്? തീവണ്ടിയുടെ നീളം മാത്രമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് തീവണ്ടിയുടെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 120 മീറ്റർ. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 120 മീറ്റർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. തീവണ്ടി കടന്നു പോകുന്നത് ഒരു ആളെയാണ് കടന്നു പോകുന്നത്. സോ ആൾക്ക് പ്രത്യേകിച്ച് ദൂരമൊന്നുമില്ല. നമ്മൾ ദൂരം കണക്കാക്കുന്നത് ആരെയാണ്? തീവണ്ടിയുടെ നീളം മാത്രമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 120 മീറ്റർ ആണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വളരെയധികം ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും? ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെ ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം? 54 കിലോമീറ്റർ പെർ അവർ വേഗത തന്നിട്ടുണ്ട്. നീളം 150 മീറ്റർ നീളമുള്ള തീവണ്ടി എന്തിനെയാണ് കടന്നു പോകുന്നത്? ഒരു പാലത്തെയാണ് കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ ദൂരം കണക്കാക്കുമ്പോൾ തീവണ്ടിയുടെ നീളവും എടുക്കണം, പാലത്തിന്റെ നീളവും എടുക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സമയമാണ്. അപ്പൊ സമയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ദൂരം ബൈ വേഗതയാണ് അല്ലെ. ദൂരം ബൈ വേഗതയാണ്. ദൂരം എന്ന് പറയുന്നത് എന്താണ്? തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിന്റെ നീളം, രണ്ടും കൂടെ കൂട്ടണം. അപ്പൊ 150 പ്ലസ് 450 ഡിവൈഡഡ് ബൈ എന്താണ്? 54 കിലോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. കിലോമീറ്റർ പെർ അവറിലാണ് വേഗത തന്നിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷൻസിൽ സെക്കൻഡിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് വേഗതയെ മാറ്റണം അല്ലെ. അപ്പൊ 54 ഇൻറ്റു 5/18 ചെയ്താൽ എന്തായി? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചെയ്യാലോ. 18 അല്ലെ. 54 18 54 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും അല്ലെ. ഇനി നമുക്ക് ചെയ്യാം. 150 450 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 600 അല്ലെ. 600 എന്ന് കിട്ടും. ഇവിടെ 3 × 5 15 മാത്രമേ ഉള്ളൂ. ഇനി 15 60 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും അല്ലെ. 15 15 30 ആണ്. 2 15 30. അപ്പൊ 4 15 എത്രയാണ്? 60. അപ്പൊ 15 60 4 പ്രാവശ്യം. ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പൊ എത്രയാണ് ആൻസർ? 40 സെക്കൻഡ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ദൂരം കണക്കാക്കുന്നത് തീവണ്ടി എന്തിനെയാണ് കടന്നു പോകുന്നത് എന്നനുസരിച്ചിട്ടാണ്. തീവണ്ടി ഒരു പാലത്തെയോ എന്താണ് ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒക്കെ കടന്നു പോകുകയാണെങ്കിൽ തീവണ്ടിയുടെ നീളവും ആ പാലത്തിന്റെയോ എന്താണ് പ്ലാറ്റ്ഫോമിന്റെയോ നീളം കൂടെ കണക്കാക്കണം. ഇല്ല, ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ മരത്തെയോ ഒരാളെയോ ഒക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദൂരം കണക്കാക്കുമ്പോൾ എന്താണ്? തീവണ്ടിയുടെ നീളം മാത്രം കണക്കാക്കിയാൽ മതി. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസ് നോക്കുക, എന്തിലാണ് കിടക്കുന്നതെന്ന്. അപ്പം നമുക്ക് അതിനനുസരിച്ച് വേഗതയാണോ എന്തിനെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ചെയ്ത ആൻസർ എത്ര കിട്ടി? 40 സെക്കൻഡ് ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മണിക്കൂറിൽ 20 കിലോമീറ്ററും 18 കിലോമീറ്ററും ഓടുന്ന 2 ഓട്ടക്കാർ ഒരു നിശ്ചിത ദൂരം പിന്നിട്ടത് 8 മിനിറ്റ് വ്യത്യാസത്തിലാണ്. എത്ര ദൂരമാണ് അവർ ഓടിയത്? ഓക്കെ,
ഈ ചോദ്യം ചെയ്യാൻ ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണിക്കൂറിൽ 2 ഓട്ടക്കാരുടെ വേഗത തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അവര് ഒരു നിശ്ചിത ദൂരം പിന്നിട്ട സമയ വ്യത്യാസവും തന്നിട്ടുണ്ട്. ഇങ്ങനെ 2 വേഗതയും സമയ വ്യത്യാസവും തന്നാൽ ദൂരം കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് S1 into S2 divided by S1 minus S2 into സമയ വ്യത്യാസം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക തന്നെ വേണം. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടാൻ പറ്റുന്നതാണ്. ഈ ഇക്വേഷൻ ഇതുപോലെ പഠിച്ചാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, S1 into S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? ഇവിടെ വേഗത കിലോമീറ്ററിലാണ്. നമ്മുടെ ആൻസറിന്റെ ഓപ്ഷൻസ് എന്താണ്? കിലോമീറ്ററിലാണ്. ഇനി നമുക്ക് അപ്പോൾ അവിടെ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് സമയ വ്യത്യാസം മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പം ആ മിനിറ്റിലുള്ളതിന് നമുക്ക് എന്താക്കി മാറ്റണം? അവറിലോട്ടാക്കി മാറ്റണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S1 എന്ന് പറയുന്നത് ആദ്യത്തെ വേഗത, S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വേഗത. അപ്പോൾ S1 എന്ന് പറയുന്നത് 20 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 20 മൈനസ് 18 ഇൻറ്റു സമയ വ്യത്യാസം എത്രയാണ്? 8 ആണ്. 8 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 1 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1/60 ആയിരിക്കും. അപ്പോൾ നമ്മൾ മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 1/60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 8നെ 1/60 ചെയ്താൽ 8 ഇൻറ്റു 1/60 എന്ന് വെച്ചാൽ എന്താണ്? 8/60 അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. 20 ഇൻറ്റു 8 20 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 20 നിന്ന് 18 പോയി എത്രയാണ്? 2 ഇൻറ്റു 8/60. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. 2 18 എത്ര പ്രാവശ്യം പോകും? 9 പ്രാവശ്യം പോകും. ദെൻ 60 എന്ന് പറയുന്നത് 20 60 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ 3 ഉണ്ട്. 3 എന്ന് പറയുന്നത് 9 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും അല്ലേ. 3 9 3 പ്രാവശ്യം പോകും. ബാക്കി എന്താണുള്ളത്? 3 ഇൻറ്റു 8 3 ഇൻറ്റു 8 എത്രയാണ്? 24 കിലോമീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ഈസിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് 2 വേഗതയും സമയ വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ ദൂരം കാണാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു സമയ വ്യത്യാസം. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ യൂണിറ്റുകളെല്ലാം എന്താണ് ഒരുപോലെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടെ കിലോമീറ്ററിലാണ്, ഇവിടെയും കിലോമീറ്ററിലാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറും ഇവിടെ കിലോമീറ്ററും. അപ്പോൾ ഇവിടെ വ്യത്യാസം ഏതാണ്? മിനിറ്റ് അല്ലെ. സമയമാണ് നമുക്ക് വ്യത്യാസത്തിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്തിനെ മിനിറ്റിൽ നിന്നും എന്തിലോട്ടാക്കി മാറ്റണം? അവറിലോട്ടാക്കി മാറ്റണം. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 24 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് കോളേജിലേക്ക് മണിക്കൂറിൽ 4 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ നടന്നാൽ സമയത്തിന് 5 മിനിറ്റ് നേരത്തെ എത്തുന്നു. 3 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ നടന്നാൽ സമയത്തിന് 5 മിനിറ്റ് താമസിക്കും. എങ്കിൽ വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള ദൂരം എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിലുള്ള പ്രോബ്ലം ആണ്. നമുക്ക് 2 വേഗത തന്നിട്ടുണ്ട് അല്ലേ. ഒരു വിദ്യാർത്ഥി സഞ്ചരിക്കുന്ന വേഗത 2 എണ്ണം തന്നിട്ടുണ്ട്. സമയ വ്യത്യാസം നമുക്ക് തന്നിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 4 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ നടന്നാൽ 5 മിനിറ്റ് നേരത്തെ എത്തുമെന്നും 3 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നടന്നാൽ 5 മിനിറ്റ് താമസിച്ചെത്തുമെന്നും നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സമയ വ്യത്യാസം കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ നമുക്കിവിടെ നോക്കാം. 8 മണിക്കാണ് നമുക്ക് കോളേജിൽ എത്തേണ്ടതെന്ന് വിചാരിക്കാം. അതിന് മുന്നേ 5 മിനിറ്റ് മുന്നേ എത്താന്ന് പറയുമ്പോൾ എത്രയാണ്? 7:55 എത്തും അല്ലേ. 8 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വൈകിട്ട് എത്തുക എന്ന് പറയുമ്പോൾ 8:05 എത്തും എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ സമയ വ്യത്യാസം എത്രയാണ്? ഇവിടെ 5 ഇവിടെയും 5. അപ്പം നമുക്ക് എത്ര വ്യത്യാസം? 10 മിനിറ്റ് ആണ് വ്യത്യാസം വരുന്നത് അല്ലേ. അപ്പോൾ 10 മിനിറ്റ് ആണ് നമ്മുടെ സമയ വ്യത്യാസം എന്ന് പറയുന്നത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ 10 മിനിറ്റ് ആണ് നമ്മുടെ സമയ വ്യത്യാസം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദൂരം അല്ലേ. ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 വേഗതയും സമയ വ്യത്യാസവും കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു സമയ വ്യത്യാസം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S1 എന്ന് പറയുന്നത് എത്രയാണ്? 4 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു രണ്ടാമത്തെ വേഗത എത്രയാണ്? 3 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 ഇൻറ്റു സമയ വ്യത്യാസം ഇവിടെ 10 മിനിറ്റ് ആണ് അല്ലേ. 10 മിനിറ്റ് ആണ്. നമ്മുടെ ആൻസറിൽ 2 കിലോമീറ്റർ ആണ് ദൂരം കിടക്കുന്നത്. വേഗതയും കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പം നമ്മുടെ സമയത്തെ എന്താക്കി മാറ്റണം? മിനിറ്റിൽ നിന്നും
മണിക്കൂറാക്കി മാറ്റണം. അപ്പം മിനിറ്റിനെ അവറിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 10 × 1/60, അതായത് 10/60 നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ. അപ്പം 10/60 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്ക് ചെയ്യാം 4 × 3 ഡിവൈഡഡ് ബൈ 4 ന്ന് 1 പോയാൽ 1 ഇൻറ്റു 10/60. 0യും 0യും ക്യാൻസൽ ആയിപ്പോയി. ദെൻ ഇവിടെ 3 6ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം പോകും. 2 4ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം പോകും. അപ്പോൾ മൊത്തം പോയി 2 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2 കിലോമീറ്റർ ദൂരം. ഓക്കെ, 2 കിലോമീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. 2 വേഗതയും സമയ വ്യത്യാസവും തന്നാൽ നമുക്ക് ദൂരം കാണാനുള്ള ഇക്വേഷൻ ആണ് S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 × സമയ വ്യത്യാസം. സമയ വ്യത്യാസം തരാത്തതിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. അത് ശ്രദ്ധിക്കുക. ദെൻ അതിനെ മണിക്കൂറിലോട്ട്, മിനിറ്റ്, ഈ 10 വെച്ചിട്ട് തന്നെ ചെയ്താൽ നമ്മുടെ ആൻസർ ഒക്കെ തെറ്റിപ്പോകും. അത് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേഗത km/hലും ആൻസറിൽ ദൂരം കിലോമീറ്ററിലുമാണ്. സോ നമ്മൾ മിനിറ്റിനെ എന്താക്കി മാറ്റണം? മണിക്കൂറിലോട്ടാക്കി മാറ്റണം. അപ്പം നമ്മൾ അതിനെ 1/60 കൊണ്ട് ഗുണിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആൻസർ എത്രയാണ്? 2 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. 220 മീറ്ററും 330 മീറ്ററും നീളമുള്ള എതിർദിശയിൽ നിന്നും വരുന്ന 2 തീവണ്ടികളുടെ വേഗത യഥാക്രമം മണിക്കൂറിൽ 60 കിലോമീറ്ററും 50 കിലോമീറ്ററും ആണ്. ഇവ പരസ്പരം കടന്നു പോവാൻ എടുക്കുന്ന സമയം. ഓക്കെ, എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 2 തീവണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 നീളം, 220 മീറ്ററും 330 മീറ്ററും നീളമുള്ള എതിർദിശയിൽ വരുന്ന തീവണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എതിർദിശയിൽ വരുന്ന തീവണ്ടികൾ യഥാക്രമം എന്താണ്? അവരുടെ വേഗത തന്നിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത, ഒന്നിന്റെ 50 കിലോമീറ്റർ വേഗത. അങ്ങനെയാണെങ്കിൽ ഇവ പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഇങ്ങനെ എതിർദിശയിൽ നിന്നും വരുന്ന 2 തീവണ്ടി എന്ന് പറഞ്ഞിട്ട് 2 വേഗതയും 2 നീളവും തന്നാൽ നമുക്ക് എന്താണ്? ദൂരവും വേഗതയും കണക്കാക്കുമ്പോൾ 2ന്റെയും കൂടെ പ്ലസ് ചെയ്തിട്ട് വേണം കണക്കാക്കാൻ. ആകെ ദൂരം എന്ന് പറയുന്നത് 2ന്റെയും തീവണ്ടിയുടെയും നീളം, ആകെ വേഗത എന്ന് പറയുന്നത് 2 തീവണ്ടിയുടെയും വേഗത. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം സമയത്തിന്റെ ഇക്വേഷൻ എന്താണ്? സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗതയാണ്. അപ്പൊ നമ്മളിവിടെ ദൂരം കണക്കാക്കുന്നത് 2 തീവണ്ടിയുടെയും നീളം എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ 2 തീവണ്ടിയുടെയും നീളം എന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്, ഇവിടെ മീറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നീളം എന്താണ് മാറ്റേണ്ട കാര്യമില്ല. നമുക്ക് മാറ്റേണ്ടത് എന്താണ്? വേഗതയാണ് നമുക്ക് km/hൽ തന്നിരിക്കുന്നത്. ബാക്കി ഇത് മീറ്ററിലും ഇത് സെക്കൻഡിലുമാണ്. സോ നമുക്ക് വേഗത ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ദൂരം എഴുതാം. ദൂരം എന്ന് പറയുന്നത് 2 തീവണ്ടിയുടെ നീളം കൂടെ കൂട്ടണം. ഓക്കെ ആണല്ലോ. അപ്പൊ എതിർദിശയിൽ വരുന്ന 2 തീവണ്ടി എന്ന് പറയുമ്പോൾ 2 തീവണ്ടിയുടെ നീളം കൂടെ കൂട്ടണം. അപ്പൊ 220 പ്ലസ് 330 ഡിവൈഡഡ് ബൈ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 60 കിലോമീറ്റർ പ്ലസ് 50 കിലോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഇതിനെ എന്താക്കി മാറ്റണം? km/hൽ നിന്നും m/s ആക്കി മാറ്റണം. m/s ആക്കി മാറ്റാനായിട്ട് ഇൻറ്റു 5/18 കൂടെ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ 220 330 എത്രയാണ്? 550 ഡിവൈഡഡ് ബൈ 60ഉം 50ഉം 110 ഇൻറ്റു 5/18. ഇങ്ങനെ ഇവിടെ ഭിന്നസംഖ്യ എഗെയിൻ എന്താണ്? താഴേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് തിരിച്ചിട്ട് ഗുണിക്കും. അതായത് ഈ 18 മുകളിലോട്ട് പോകും അല്ലെ? അപ്പൊ 550 ബൈ 110 ഇൻറ്റു 5 ഇവിടെ നിൽക്കും. 18 എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. 0 ക്യാൻസൽ ആയി പോയി. 1155 5 പ്രാവശ്യം. ഓക്കെ, അപ്പൊ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആയി. ബാക്കി എത്രയുണ്ട്? 18. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 18 സെക്കൻഡ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2 തീവണ്ടികൾ എതിർദിശയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ദൂരം കണക്കാക്കുമ്പോൾ അവയുടെ 2ന്റെയും നീളം കണക്കാക്കണം. അതുപോലെ തന്നെ വേഗത കണക്കാക്കുമ്പോഴും 2ന്റെയും വേഗത കൂടിയിട്ട് കൂട്ടണം. പിന്നെ നമ്മുടെ ആൻസറിന്റെ ഓപ്ഷൻസ് നോക്കുക. അതിൽ എന്താണോ തന്നിരിക്കുന്നത് അതിലോട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള യൂണിറ്റുകളെ മാറ്റാനായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സമയവും ദൂരവും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒട്ടുമിക്ക ടൈപ്പിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോസോട് കൂടിയിട്ട് നമ്മുടെ ലഘുഗണിതം എന്ന് പറയുന്ന ഭാഗം, മാത്സിലെ ലഘുഗണിതം എന്ന് പറയുന്ന ഭാഗം സമയവും ദൂരത്തോടു കൂടി കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് മാനസിക ശേഷി പരിശോധന എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കത് വരും ക്ലാസ്സുകളിലായിട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസും ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.